ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കർക്കിടക മാസത്തിൽ നമ്മളൊരു കഞ്ഞി കുടിച്ചില്ല അല്ലേ? കർക്കിടക മാസത്തിൽ നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ ഒരുപാട് എന്താ പറയുക കർക്കിടക കഞ്ഞികളൊക്കെ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ ഇടാത്തത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന കഞ്ഞി നവര അരി കൊണ്ടാണ് കേട്ടോ. എല്ലാ നാട്ടിലും നവര അരിയും തന്നെയല്ലേ പറയുന്നത്. ഈ ഒരു അരിക്ക് എന്താ പറയുക? അപ്പം ഇത് നവര അരിയാണ്, തവിടൊന്നും കളയാത്ത നമ്മുടെ നവര അരി. ഈ അരിയും പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഉണ്ണിക്കാമ്പ്, വാഴപ്പിണ്ടി, ഉണ്ണിക്കാമ്പ്, ഓരോ നാട്ടിൽ ഓരോ പേരാ. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് പിന്നെ ചേർക്കുന്ന തേങ്ങാപ്പാൽ, അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതൊന്ന് ചെറുതാക്കി നാരൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. പിന്നെ അരി ഞാൻ കഴുകി ഇങ്ങനെ കുറച്ച് വെള്ളത്തിലാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് കുക്കറിലാണ് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൺചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ. നമുക്ക് നമ്മുടെ ഉണ്ണിക്കാമ്പൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം, ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മുടെ ഉണ്ണിക്കാമ്പൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അരിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതും കുറച്ചെടുത്തത്. ഇനി നമ്മളൊരു കുക്കറിലേക്കാണ് ഇടുന്നത്. നല്ല വേവുണ്ടാവും. അത് കഴിഞ്ഞിട്ട് മൺചട്ടിയിലോട്ട് മാറ്റാവേ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നവരേരി ഒരു പിടുത്തം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനകത്തേക്ക് ഇതും കൂടെ നമ്മൾ ഒന്നിച്ചിടുവാണേ. പിന്നെയും വെള്ളം, വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. സ്റ്റവ് ഒക്കെ ഓൺ ചെയ്യാം. കുക്കറങ്ങ് അടയ്ക്കാം. ഇപ്പോൾ നവരേരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബ്രൗൺ റൈസോ നമ്മുടെ ഈ എന്താ പറയുക തവിട് കളയാത്ത അരിയോ, അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ 60% തവിട് കളഞ്ഞതോ 80% നിങ്ങൾക്ക് കുടിക്കാൻ ഇഷ്ടമുള്ള ഫുള്ളും തവിട് കളയാത്ത അരിയൊക്കെ ആണെങ്കിലേ നമുക്ക് ഭയങ്കര പാടായിരിക്കും കഴിക്കാനല്ലേ. അത് ഇഷ്ടമുള്ളവരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ അരി എടുത്താൽ മതി. പിന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചുമന്ന അരിയാണെങ്കിൽ അതാണേലും മതി കേട്ടോ. അപ്പം കയ്യിലുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇതൊന്ന് വെന്തോട്ടെ. ഒന്ന് തുറന്ന് നോക്കണ്ടേ നമ്മുടെ കഞ്ഞിയൊക്കെ എന്തായി. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊരു മൺചട്ടിയിലോട്ട് മാറ്റാവേ. ഭയങ്കര വേവായതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കുക്കറിൽ വെച്ച് കേട്ടോ. നല്ല വേവുള്ളതല്ലേ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണേ. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കഞ്ഞി ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യുവാണേ. ഇനിയും കഞ്ഞി കുറച്ചും കൂടെ നീളം വേണമെങ്കിൽ ഇച്ചിരി കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു. കണ്ട ഉപ്പുമൊക്കെ പാകത്തിനാണ്. അപ്പം ശരിക്കും പറഞ്ഞാലേ ഇതിന് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് കറി പോലും ആവശ്യമില്ല കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് കുടിച്ചാൽ മതി. പിന്നെ നിർബന്ധമാണെങ്കിൽ ഒരു പപ്പടം ചുട്ടോ, അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ജാതിക്ക ചമ്മന്തിയോ, അങ്ങനെയൊക്കെ നാടൻ ആ ഒരു ചമ്മന്തികളൊക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ബ്രൗൺ റൈസ് ഏതാണെങ്കിലും ഒന്ന് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒരു കുറച്ചുണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ലതല്ലേ. അപ്പം അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇപ്പം കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞി കുടിക്കും, ഓരോ വെറൈറ്റി കഞ്ഞികൾ കുടിക്കും. അപ്പം ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. അപ്പം പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കോരി ഒരു നേരം നല്ല അടിപൊളിയായിട്ട് കഴിക്കുക. നല്ലതല്ലേ, ഹെൽത്തി ഫുഡല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.